അപ്പോൾ എന്താണ് ഈ ഉമാറത്തിൻ്റെ പ്രത്യേകത? ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ഭംഗിയുള്ള, നല്ല ഒരു കോമളനായ ഒരു യുവാവിനെ കൂട്ടിയിട്ട് പറയണം, അബൂ താലിബിനെ സമീപിച്ചിട്ട് പറയണം, ഞങ്ങൾ ഇവനെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. അവിടുന്ന് ക്രുദ്ധനായിട്ട് അബൂ താലിബ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ ഞാൻ ഭക്ഷണം കൊടുക്കുകയും എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരികയും ചെയ്യുന്നു. എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്, ഒരിക്കലും അത് നടപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ, അലം യജിദ് യതീമൻ ഫആവ, ഓ പ്രവാചക, അങ്ങയെ യതീമായി കണ്ടെത്തി എന്നിട്ട് അങ്ങേക്ക് സംരക്ഷണം നൽകി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്കറിയാം, അനാഥനായിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു, ബാല്യത്തിൽ മാതാവും മരണപ്പെട്ടു. പിന്നീട് അബൂ ത്വാലിബിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ആര് കഴിഞ്ഞുകൂടുന്നത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടുന്നത്. സ്വന്തം മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് സ്നേഹിച്ചു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒരു ഉമ്മയും ഉപ്പയും ആരായി മാറി? അബൂ താലിബായി മാറി. അത്രയും ഹൃദ്യമായ ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുള്ളത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. ആദ്യം രഹസ്യമായ പ്രബോധനമായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല അത് പരസ്യപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ അത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ കുറച്ചൊന്നുമല്ല അവരെ ചൊടിപ്പിച്ചത്. അവർ എങ്ങനെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നീങ്ങാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കിയില്ല. എങ്ങനെ കണ്ട് പ്രവാചകനെ പീഡിപ്പിക്കുക, ചീത്ത പറയുക, പരിഹസിക്കുക, നൊമ്പരപ്പെടുത്തുക, അതിലൊക്കെ ഒരു ആനന്ദവും ആവേശവും കണ്ട് തമ്മിൽ അതിനു വേണ്ടി പരസ്പരം മത്സരിച്ച് ആരാണ് മുഹമ്മദിൽ നിന്ന് കൂടുതലായിട്ട് ഉപദ്രവിക്കുക എന്ന വിഷയത്തിൽ താല്പര്യമെടുത്തുകൊണ്ട് അവർ മുന്നേറുകയായിരുന്നു. എന്നാൽ മറുഭാഗത്താകട്ടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ അർപ്പിതമായ കർത്തവ്യവുമായിട്ട് അള്ളാഹു എന്തൊരു നിയോഗമാണോ തന്നിലൂടെ ഏൽപ്പിച്ചത് അത് ഭംഗിയായി പൂർത്തിയാക്കാനുള്ള പരിശ്രമങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് മക്കയിലെ മുശ്രിക്കുകൾ അവരെന്ത് ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായിട്ട് നീങ്ങാനുള്ളൊരു ഭാഗമായിട്ട് സംരക്ഷണം നൽകുന്ന അബൂ താലിബിനെ സമീപിക്കാൻ അവർ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഖുറൈശി പ്രമാണിയാണ്, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ഒരിക്കലും ഒരു ആവശ്യം തങ്ങൾ പറഞ്ഞാൽ തട്ടിമാറ്റാൻ കഴിയില്ല. മാത്രമല്ല മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ്? അബൂ താലിബാണ്. അങ്ങനെ അവർ അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് പറയാണ്, ഓ അബൂ താലിബ്, അങ്ങയുടെ സഹോദരൻ്റെ പുത്രൻ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറയുന്നു, ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങളെ അവൻ എന്തു ചെയ്യുന്നു? ആക്ഷേപിക്കുന്നു. അതൊരിക്കലും ഞങ്ങൾക്കത് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്തു ചെയ്യണം? അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിലെ അമീറാണ്. അപ്പം അങ്ങ് എന്തു ചെയ്യണം? അവനെ തടയണം. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബലം പ്രയോഗിക്കേണ്ടി. ആ തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിയിട്ട് അവർ അബൂ താലിബിനെ സമീപിക്കുകയാണ്. അങ്ങനെ സമീപിച്ച സമയത്ത് അബൂ താലിബ് അവരോട് നല്ലത് പറഞ്ഞ് അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ്. അപ്പോൾ അതിൽ അബൂ താലിബ് വളരെ നിസ്സാരമായിട്ടെടുത്തു. അതിൽ ഒരു നടപടിയൊന്നും എടുക്കാതിരുന്നപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എനിക്കതിൽ തോന്നുന്നത്. ഡയറക്റ്റ് മക്കത്ത് അന്ന് അവരുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച് ഒരാളെയും കൂസാതെ അങ്ങോട്ട് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിനുടമസ്ഥരാണ് അവർ. ഒരു ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ ജാഹിലിയത്തിൽ ജീവിച്ച ആളുകളാണല്ലോ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് കൊടുത്തിരുന്ന ഒരു ബഹുമാനം, അദ്ദേഹം അല്ലമീനാണ്. അപ്പോൾ ആ ഒരു വ്യക്തിത്വത്തോട് കൊടുത്ത ഒരു ആദരവ്, അതോടൊപ്പം അദ്ദേഹം
അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളത് കൂടി അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കബീലകൾ വഴിയാണ്. ഉം. ഒരാൾക്കും ഒരാളെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കബീലയുടെ നേതാവിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല. കഴിയില്ല. അത് മാത്രമല്ല, പിന്നെ അതിശക്തമായ പോരാട്ടമായിരിക്കും. പിന്നെ നേരും നെറിയും അല്ല പിന്നെ നോക്കുക, പിന്നെ കബീലകൾ തമ്മിലാണ് പിന്നെ യുദ്ധങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഒരു പിന്നെ ഹൈ പവറാണ് അവിടുത്തെ കബീലയുടെ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അനുഭവത്തിലേക്ക് വരാം. നമ്മൾ ഒന്നാമത് അബൂ താലിബിനെ മക്കയിലെ പ്രമാണിമാർ വന്ന് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ അബൂ താലിബ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഉം. അങ്ങനെ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും അറിയുന്നില്ല. പ്രവാചകൻ എന്ത് ചെയ്യുന്നു, പരസ്യപ്രബോധനവുമായിട്ട് തൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സാധുക്കളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികത അത് ആസ്വദിക്കുന്നു. ശത്രുക്കളുടെ മനസ്സുകളിൽ പോലും അത് സ്വാധീനമുണ്ടാക്കുന്നു. അങ്ങനെ അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയൊരു ഘട്ടത്തിൽ ഇവർ വീണ്ടും എന്ത് ചെയ്യുന്നു, അബൂ താലിബിനെ കാണാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ കണ്ടതുപോലെയല്ല. അവരാ ഇൻട്രോയിൽ പിന്നെ ഇബ്നു ഹിഷാമിൻ്റെ സീറയിൽ നമുക്ക് കാണാം, അവർ പറയുന്നുണ്ട് എന്ത്, നിങ്ങളുടെ സഹോദരപുത്രൻ, ഞങ്ങൾ ഒരു തവണ നിങ്ങളെ വന്ന് കണ്ടിരുന്നു, നിങ്ങളുടെ സഹോദരപുത്രൻ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറയുന്നു, ഞങ്ങളുടെ പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുന്നു, ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇത് ഒരു നിലക്കും ഞങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ഒരു തവണ വന്നപ്പോൾ നിങ്ങളതിനെ മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ ഞങ്ങളിലെ നേതാവാണ്. ആ ഇൻട്രോക്ക് നമ്മൾ വളരെ പ്രാധാന്യത്തിൽ വിശദീകരിക്കേണ്ട ഭാഗമാണ്. കാരണം ഇവരെ തള്ളിക്കൊണ്ട് അവിടെ ഒരു പിന്നെ മുന്നേറ്റം സാധ്യമല്ല. അപ്പം അതുകൊണ്ട് വീണ്ടും പറയണത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതിലൊരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളൊരു ഭാഗത്തും ബാക്കിയുള്ള മക്കയിലെ മുഴുവൻ ആളുകളും മറ്റൊരു ഭാഗത്തുമായിട്ട് ഞങ്ങൾ ആരാണോ ഒരാൾ പരാജയപ്പെടുന്നത് വരെ നമ്മൾ യുദ്ധം ചെയ്യുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കാണ്. ആ ഭീഷണി മുഴക്കുന്ന സമയത്ത് അബൂ താലിബ് എന്ത് ചെയ്യുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളയച്ച് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇബ്നു അഖി, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്താണ് ബുദ്ധിമുട്ട്? എൻ്റെ ആളുകൾ വന്നിട്ട് എന്നോട് പരാതി പറയുന്നുണ്ട്. നീ എന്തു ചെയ്യണം, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നീ അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമുണ്ട് സീറ ഇബ്നു ഹിഷാമിൽ, അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്താ സങ്കടം എന്ന് പറയുന്നത്, അബൂ താലിബ് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. അത്രയും ഹൃദ്യമായൊരു പെരുമാറ്റമാണ്. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറയുന്നത്, ഈ ദഅവത്ത് നിർത്തിവെക്കാനാണ് പറയുന്നത്. അതാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു തആല തന്നിൽ ഏൽപ്പിച്ച ഒരു വലിയൊരു ദൗത്യമാണ്. ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യമല്ല. അവിടെ വെച്ചുകൊണ്ടാണ് ആ പ്രസിദ്ധമായ വാചകം പറയുന്നത്. എന്ത്, പിന്നെ അബൂ താലിബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഒരു കയ്യിൽ സൂര്യനും മറുകയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഒരിക്കലും ഞാനിതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന ഒരു വളരെ ഹൃദ്യമായ ഒരു വാക്ക് പറയണം. അപ്പോൾ അതിൽ ഒരുപാട് നമുക്കൊരു പാഠങ്ങളുണ്ട്. സൂര്യനും ചന്ദ്രനും മറഞ്ഞു നിന്നാൽ പോലും അതൊരിക്കൽ അത് വെളിക്ക് വരും. ഈ ഇസ്ലാം വരൊക്കെ എന്തായാലും വെറുത്താലും യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ആയത്തിലുണ്ടല്ലോ, അവർ അവരുടെ വായകളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അള്ളാഹു ആകട്ടെ വല്ലാഹു മുത്തിമ്മു നൂരി, എന്നിട്ട് അള്ളാഹു ഇതിനെ പൂർത്തിയാക്കും, അത് ഉറപ്പാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, അബൂ താലിബിൻ്റെ അടുക്കൽ നിന്ന് പോരുന്ന സമയത്ത് അബൂ താലിബിനും എന്തായി, സങ്കടമായി. കാരണം തൻ്റെ മക്കളെക്കാൾ കൂടുതലായി താൻ സ്നേഹിക്കുന്നുണ്ട് ആരെ, തൻ്റെ സഹോദരപുത്രനെ. അപ്പോൾ അത് കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ ആർക്കും സങ്കടം വന്നു, അബൂ താലിബിനും സങ്കടം വന്നു. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഒരു തീരുമാനം പറയണം. എന്താ തീരുമാനം എന്നറിയോ? അതായത് നീ മുന്നോട്ട് പോയിക്കോ, നിനക്കൊന്നും സംഭവിക്കില്ല, ആരും നിന്നെ എന്ത് ചെയ്യില്ല, നിന്നെ പ്രയാസപ്പെടുത്തൂല, ഞാൻ ജീവിച്ചിരിക്കുക എന്ന അതിഗംഭീരമായിട്ടുള്ളൊരു പ്രഖ്യാപനം അവിടെ വെച്ച് നടത്തണം. അങ്ങനെ ആ ഘട്ടം അവിടെ അവസാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരുന്നു, വീണ്ടും ദഅവത്തുമായിട്ട് മുന്നോട്ട് പോകുന്നു.
അപ്പോൾ ഇവർ മൂന്നാം തവണയും എന്ത് ചെയ്യാണ്, ഉം. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായിട്ട് മൂന്നാം തവണയും അബൂ താലിബിനെ അവർ സമീപിക്കുകയാണ്. അപ്പം പിന്നെ മൂന്നാം തവണ അവർ സമീപിക്കുന്ന സമയത്ത് അവരൊരു കാര്യം ചെയ്തു, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമാറത്ത് ബിനു വലീദ് ഇബിന് മുഗീറയുടെ മകൻ ഉമാറത്തിനെ കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഉമാറത്തിൻ്റെ പ്രത്യേകത? ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ഭംഗിയുള്ള നല്ല ഒരു കോമളനായ ഒരു യുവാവിനെ കൂട്ടിയിട്ട് പറയാണ്, അബൂ താലിബിനെ സമീപിച്ചിട്ട് പറയാണ്, ഞങ്ങൾ ഇവനെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. അവിടുന്ന് ക്രുദ്ധനായിട്ട് അബൂ താലിബ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ ഞാൻ ഭക്ഷണം കൊടുക്കുകയും എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരികയും ചെയ്യുന്നു. എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്, ഒരിക്കലും അത് നടപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബിനെ അബൂ താലിബ് അവരെ തിരിച്ചയക്കുന്ന ഒരു സുന്ദരമായൊരു നിമിഷം കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെയാണ് മരണപ്പെട്ടത് എന്ന കാര്യം കൂടി അവിടെയും അബൂ താലിബ് സ്വീകരിച്ചത് തൻ്റെ പാരമ്പര്യത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് അബൂ താലിബ് സ്വീകരിച്ച നടപടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി എന്നിരുന്നാലും വസല്ലം അദ്ദേഹം മരണപ്പെടുന്ന ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറയപ്പെടുന്നത് ആമുൽ ഹുസ്നി എന്നാണല്ലോ. രണ്ടാളുകൾ ആ വർഷത്തിൽ മരണപ്പെട്ടു, ഖദീജ ഖദീജ ബീവിയും അതേപോലെ തന്നെ അബൂ താലിബും. അതെ. അപ്പോൾ അത് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എപ്രകാരമായിരുന്നു, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു വ്യക്തി കൂടിയാണ് അബൂ താലിബ്. അതെ. പക്ഷെ രണ്ടാളും മതപരമായി രണ്ട് ധ്രുവങ്ങളിലാണ്. അതെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. പക്ഷെ അബൂ താലിബിന് നമുക്ക് അങ്ങനെ ഒരു അഭിസംബോധന ഇല്ല, റളിയല്ലാഹു അൻഹു എന്നുള്ളൊരു അഭിസംബോധന കൊടുക്കുന്നില്ല. അപ്പോൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു ഗണത്തിൽ പെടുത്തി ആമുൽ ഹുസ്നിൽ രണ്ടാളെയും ഒരുപോലെ കാണാനുള്ള കാരണം ഈ കാരണങ്ങളൊക്കെയാണ്. തനിക്ക് സംരക്ഷണമേകിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അബൂ താലിബിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉള്ള ത്യാഗങ്ങളൊക്കെ സഹിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു കലിമത്തിനെ ഉന്നതമാക്കാനുള്ള പരിശ്രമമായിരുന്നു അള്ളാഹു ഏൽപ്പിച്ചത്. അത് പൂർത്തിയാക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും ആ ഒരു വഴിത്താരയിൽ ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു വ്യക്തിയാണ് അബൂ താലിബ് എന്നുള്ളത്. അതാണ് ഇന്നത്തെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്.